നിങ്ങൾ മാണിക്യമംഗലം NS ഹയർ സെക്കൻഡറി സ്കൂള് തുടർച്ചയായിട്ട് നിങ്ങൾ ഒന്നാം സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ആ, എത്ര കൊല്ലമായി? എന്താ പേര്? അഭിരാം അല്ലേ? അപ്പോ ഇത് തകർക്കും. കഴിഞ്ഞ എനിക്കൊന്ന് സഹോദരന്മാരും പങ്കെടുത്തു അല്ലേ ഇതിനകത്ത്? ചേട്ടന്മാര് ആ, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? പ്ലസ് ടു. ഓ, പ്ലസ് ടു അല്ലേ? അപ്പോ മോനെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? തകർക്കോ? പൊളിക്കുമല്ലേ? നമ്മൾ ചെന്നാ പൊളിക്കും. അതെ, അത്രേ ഉള്ളൂ. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എ ഗ്രേഡ്. കടുത്ത മത്സരമായിരുന്നോ? അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. പുറത്തു വന്ന ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം എല്ലാവരും അടിപൊളിയായിരുന്നു. ഏറ്റവും അടുത്ത എതിരാളി ആരായിരുന്നു? ഏത് സ്കൂളായിരുന്നു? ശ്രദ്ധിച്ചില്ല? എതിരാളി ശ്രദ്ധിച്ചില്ല? എതിരാളി നമുക്ക് പ്രശ്നമല്ലേ? നമ്മൾ പൊളിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും മിടുക്കരായിട്ട് വരിക. ഓക്കെ, വെൽ ഡൺ. ഓക്കെ, അപ്പൊ ഇതാണ് മത്സരം. ഞാൻ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, മത്സരം കടുക്കാണ്. അപ്പൊ നമ്മുടെ സ്മിത ഹരിദാസ്, നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് പ്രീത, മത്സരമൊക്കെ എങ്ങനെ? നല്ല ഓളാണ്, പക്ഷെ ഇതുണ്ട നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. വെയിൽ നല്ലതല്ലേ? നല്ല വെയിലെന്നല്ലേ ഞങ്ങൾ പറഞ്ഞു. മാത്രമല്ല നമുക്കൊക്കെ വൈറ്റമിൻ ഡിക്ക് ഗുളി കഴിക്കാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ആ ഡോക്ടറുടെ പണി പോയി. ആണോ? നിങ്ങൾക്ക് വലിയ ടെൻഷനായിരിക്കും, ഗ്ലാമറൊക്കെ പോവും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ, ഇതിന് നടക്കാം. ഒരു സ്വഭാവം എങ്ങനെ അനുഭവപ്പെട്ടത്? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ? ഇന്നലെ മുഴുവൻ നമ്മളുണ്ട്. ഇന്നലെ വൈകിട്ടോടെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ ശനിയാഴ്ചയാണ്. അപ്പൊ തിരുവനന്തപുരത്തെ കുറിച്ച് പൊതുവെ SK ആണല്ലോ അറിയാവുന്നത്. പകലൊക്കെ ജോലിക്ക് പോയിട്ട് വൈകിട്ടാണ് കാണികൾ കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് നല്ല തിരക്ക്, സദസ്സ് നിറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തു. അപ്പൊ അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇന്ന് നല്ല ചൂടുണ്ട്. ഞായറാഴ്ച ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ കുറിച്ച് ഒരു പരാതി പറയുന്നത് അറിയോ? ഞങ്ങള് ലൈറ്റും ശബ്ദവും ഒക്കെ കേട്ട പുറത്തിറങ്ങി വരും എന്നുള്ള കാര്യം. ഓണക്കാലത്തൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ റോഡിൽ ഇറങ്ങുന്നത്. ഇപ്പൊ ഈ കലോത്സവം വന്ന് 4 ദിവസം, 8-ാം തീയതി വരെ ഉണ്ടല്ലോ. 8-ാം തീയതി വരെ തകർക്കും, പൊളിക്കും. നമ്മളിപ്പോ 2-3 വർഷമായിട്ട് നമ്മൾ അങ്ങ് അടിച്ച് പൊളിക്കാണ്. ഓക്കെ, പ്രീതലക്ഷ്മി, മത്സരമൊക്കെ കണ്ടപ്പോഴേ എങ്ങനെ തോന്നിയായിരുന്നു? അടിപൊളി മത്സരമാണ്. ഓരോ കുട്ടികളും പുതിയ പുതിയ രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഭരതനാട്യം കാണാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും എന്താ പറയാ, നല്ല എനർജറ്റിക് ആണ് കുട്ടികൾ. പിന്നെ ഇപ്പം നമ്മള് സ്ഥാനം അനൗൺസ് ചെയ്യില്ലല്ലോ, ഏത് സ്ഥാനമാണെന്നുള്ളത് അനൗൺസ് ചെയ്യില്ല. അപ്പൊ A ഗ്രേഡ് കിട്ടാൻ പാടാണ്. അപ്പൊ A ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. നമ്മളിനിയിപ്പോ അവിടെ ഒപ്പന മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട് SK. അപ്പൊ നേരത്തെ നമ്മുടെ മേഘനക്കുട്ടിയാണെങ്കിൽ ഈ വർഷം അവൾ ആദ്യമായിട്ടാണ് കലോത്സവം റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ ഒരു ത്രില്ലിലാണ്. കണ്ണൂരിൽ നിന്ന് ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ തന്നെ എങ്ങനെയുണ്ട്? എനിക്ക് ആദ്യമായിട്ടല്ലേ 24 വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ആദ്യ കലോത്സവമാണ്. 24 ലൈഫിലെ തന്നെ ആദ്യ കലോത്സവ റിപ്പോർട്ടിംഗ് അനുഭവമാണ്. അനുഭവം എങ്ങനെയുണ്ട്? ഗുരുവായോ? ഗുരുവായോ? നല്ലതാണ്, നല്ല അനുഭവമാണ്. ഇനി വരും ദിവസങ്ങളിലും ത്രില്ലാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ത്രില്ലുണ്ട്. കോളേജ് വലിയ നേതാവായിരുന്നു കേട്ടു. അതിവിടെ പറയണോ എന്നുള്ളതാണ്. ഞാനിങ്ങനെ കേട്ടു വരുന്ന വഴിക്ക് BBC വെച്ച് നോക്കി. അത് മാത്രമല്ല, ഇവിടെ കുറെ പേരുണ്ട്. അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ചാണ് വന്നത്. മേഘനയുടെ കഥ കേട്ട് ഞങ്ങൾ ഒരു വഴിയായി. ഞാനും സ്റ്റോറി ടെല്ലറാണെന്നാണ് പ്രവിതേച്ചി പറയണത്. ഞങ്ങളൊരു ബുക്ക് ഇറക്കുന്നുണ്ട്, മേഘന കഥകൾ. ഇനി പല ഇവിടെ ഒപ്പനയുണ്ട്, നാടകമുണ്ട്. അതിലൊക്കെയാണ് ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരൊക്കെ 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒരുപാട് കുട്ടികൾ ഒരുപാട് നാളത്തെ അധ്വാനം കൊണ്ട് ഇവിടെ എത്തിയവരുണ്ട്. ഇപ്പം പണ്ടൊക്കെ ഞാനൊക്കെ ഈ ഒപ്പനയൊക്കെ വേറെ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒപ്പനയിൽ പങ്കെടുക്കുമായിരുന്നു. വെറുതെ താളം ചവിട്ടിയാൽ മതിയോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതൊന്നും അല്ല ഒപ്പന. വലിയ ചുവടുകൾ വെച്ചുകൊണ്ട് വലിയ പ്രയത്നത്തിനൊടുവിലാണ് കുട്ടികൾ ഇവിടെ എത്തുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്.